Hello everyone, welcome to my show Let's Talk with Parvati only on Milestone Makers. അപ്പോൾ ഇന്ന് Milestone Makersലെ Let's Talk with Parvatiയിൽ എൻ്റെ കൂടെ സംസാരിച്ചിരിക്കാൻ ഞാനൊക്കെ ഒരുപാട് എന്താ പറയുക എൻ്റെ ആങ്കറിങ് കരിയറിൽ തന്നെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും പറയും കണ്ടു പഠിക്കൂ എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല. നമ്മുടെയൊക്കെ സ്വന്തം മിഥുൻ ചേട്ടനാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ചേട്ടാ വെൽക്കം ടു ദ ഷോ. ഒരുപാട് സന്തോഷം ചേട്ടനെ ലാസ്റ്റ് കിട്ടി ഞങ്ങൾക്ക് ഇവിടെ. സന്തോഷം. പാർവതിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യല്ലേ. ഞാൻ കാണാറുണ്ട് പാർവതിയുടെ ഷോസ് എല്ലാം കണ്ടിട്ടുണ്ട്, മിക്കവാറും എല്ലാം സിനിമയും കണ്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എങ്ങനെ പോണു? എനിക്ക് തോന്നുന്നു 19 ഇയേഴ്സ് ആവുകയാണ് ആ ഒരു RJ ലൈഫ് അല്ലേ? അതെ, ഹിറ്റില് ജോയിൻ ചെയ്തിട്ട് 19 ഇയേഴ്സ്. അതിലാണ് തുടക്കം. റേഡിയോ എന്ന് പറയുന്നത് കരിയർ തുടക്കം അവിടെയാണ്. ഈ എനിക്ക് ഒരു ഡേറ്റ് ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ കണ്ടു, ജൂൺ 19 എന്നുള്ളൊരു ജൂൺ 9, അതായത് 2004 ആണ് ഫസ്റ്റ്. ഞാൻ ജൂൺ 6-ാം തീയതി ദുബായിലെത്തുന്നു. 9-ാം തീയതി നമ്മുടെ റേഡിയോ ലോഞ്ച് ചെയ്യണം. സൗണ്ട് ഇച്ചിരി നടന്നിരിക്കുകയാണ്. അപ്പൊ ജൂൺ 9 2004 നമ്മൾ ലോഞ്ച് ചെയ്യണത്. ആൻഡ് ഓൾമോസ്റ്റ് ദ ഒറിജിനൽ ടീം, അതായത് അതിനകത്ത് കുറച്ച് പേര് പോയി എന്നുള്ളതല്ലാണ്ട് ഒറിജിനൽ ടീം സ്റ്റിൽ ദേ. ഞാൻ, നൈല, അർഫാസ്, ജോൺ, മായ, നമ്മൾ ഈ ഒരു ഹോൾ ടീം, ഷാബു, ഫസ്ലു എല്ലാവരും ഉണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് വന്ന നിമ്മിയും ഡോണയൊക്കെ ആണെങ്കിൽ പോലും സൂരജ് ആണെങ്കിലും ഒക്കെ എവ്രി വൺ നമ്മളൊരു കുടുംബം പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. 19 വർഷം ഒരേ കമ്പനിയിൽ മുമ്പോട്ട് പോകാന്ന് പറയുന്നത് പ്രയാസമാണ്. ശരിക്കും പറഞ്ഞാല് ഈ ആർജയും ഭയങ്കര രസമാണ്. നമ്മള് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് സ്റ്റേജ് ആണല്ലോ ഏറ്റവും ഇൻസ്റ്റന്റ് റെസ്പോൺസ്. നമ്മളിപ്പോ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ഏറ്റവും എളുപ്പം കിട്ടുന്ന സ്റ്റേജിലാണ്. സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റും ഇതാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന റേഡിയോ ആണ്. കാരണം നമ്മുടെ ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും അല്ലെ വിഷ്വൽ മീഡിയ ഏതാണെങ്കിലും അത് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പിന്നെയാണല്ലോ. സിനിമയാണെങ്കിൽ പോലും നമ്മളെല്ലാം എടുത്തു വെച്ച് കൊടുക്കുന്നു, നല്ലതാണെന്ന് കരുതി കൊടുക്കുന്നു. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ എത്രയോ നാളിന് ശേഷം അറിയും. അപ്പോൾ അതേസമയം സ്റ്റേജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് റൈറ്റ് ദെൻ, ആ സമയത്ത് തന്നെ കിട്ടും. അതുപോലെ തന്നെയാണ് റേഡിയോ. ഈ SMS-ന്റെയും വാട്സാപ്പിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ വാട്ട് എവർ യു സേ യു ഗെറ്റ് ദ റെസ്പോൺസ് സ്ട്രൈറ്റ് അവേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2-വേ മീഡിയം ആയി. പണ്ട് ഒരു 1-വേ മീഡിയം പറയില്ലേ, റേഡിയോ ആണ് ഇങ്ങോട്ടൊന്നും പറയേണ്ടെന്ന് പറയണമല്ലോ. ഇപ്പൊ ഇങ്ങോട്ടും പറയും. പിന്നെ നമ്മുടെ ഒരു ഡിജിറ്റൽ അഡ്വന്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയയുടെ ഫുൾ ഫ്ലെഡ്ജ് സ്കോറും അതിനകത്തുണ്ട്. ഇപ്പൊ ഈ ഒരു VJ അല്ലെങ്കിൽ RJ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ എഫേർട്ട് ഇടേണ്ടത് തീർച്ചയായിട്ടും ഒരു VJ ആയിരിക്കും. 100%. അത് നമുക്ക് എഫേർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് നമുക്ക് വാക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് വരണതാണ്. നമ്മൾ വിചാരിക്കാത്ത ചിലപ്പോൾ വാക്കുകളൊക്കെ നമ്മുടെ വായിലൂടെ വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യു ലേൺ ഓൺ ദ ഗോ. നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും മാറി 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 വരികയാണല്ലോ. അതാണ്. അല്ല, ഈ RJസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാനും ഇങ്ങനെ നമ്മളൊക്കെ ഓരോ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ പോലും ദൈവമേ ഒന്നും അറിയാതെ വെള്ളിയൊന്നും വീഴല്ലേന്ന് ആലോചിക്കും. അപ്പൊ ഈ RJs ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ, എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ചോദ്യം അബദ്ധം ഈ 19 വർഷത്തെ അബദ്ധം പറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് ദം. ചില വാക്കുകളൊക്കെ മാറിപ്പോയിട്ടൊക്കെ വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് റെസ്പോൺസ് ആണ് നമുക്ക് VJ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷെ RJ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഓഡിയൻസിനെ കാണുന്നില്ല, നമ്മൾ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഡിജിറ്റൽ അഡ്വന്റിന്റെ ഒരു ഗുണം, അല്ലെങ്കിൽ നമ്മളൊരു SMS വാട്സാപ്പ് കാലഘട്ടമായതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ററാക്റ്റീവ് ആണ്. നേരത്തെ ആയിരുന്നു റേഡിയോ ഇന്ററാക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആണ്. യു ആർ ഔട്ട് ഓൺ ദ റോഡ്. ഇപ്പൊ നിങ്ങൾ RJസിനെ എല്ലാവരെയും ഇവിടെയാണെങ്കിലും നമ്മുടെ ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ RJസിന്റെ വെളിയിലല്ലേ കാണുന്നത്. സോ യു പുട്ട് അപ്പ്. നേരത്തെ എന്ന് പറഞ്ഞാല് നമുക്ക് പണ്ടൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ പണ്ട് റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോപൻ സാറൊക്കെ ഉണ്ടായിരുന്ന റേഡിയോ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ കൗതുക വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ നായർ എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് എ 1-വേ തിങ്. അതിൽ നിന്ന് മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈവൻ VJing ആണെങ്കിലും RJing ആണെങ്കിലും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ചേട്ടനെ ഇപ്പൊ നേരത്തെ സിനിമയായിരുന്നു, സിനിമയായിരുന്നു ആദ്യം ചേട്ടൻ വന്നത്? ഞാൻ ഫസ്റ്റ് വന്നത് ഡെഫിനറ്റ്ലി ടെലിവിഷനാണ് ആദ്യം വന്നത്. ടെലിവിഷനിൽ ആദ്യം ഇതേപോലെ നമ്മുടെ ഒരു ഇന്റർവ്യൂ ചെയ്താണ് വരുന്നത്. അഭിരാമിയുടെ ഇന്റർവ്യൂ ആയിരുന്നു എന്റെ ഫസ്റ്റ് അഡ്വെന്റ് ഇൻ ടു ടെലിവിഷൻ.
അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിലുള്ള ആഗ്രഹമല്ലേ എങ്ങനെയും ടി വിയിൽ വരണം സിനിമയിൽ വരണം എന്ന്. അപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്തിരുന്ന സമയത്താണ് ഈ ഒരു ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ള് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അയച്ചിട്ടാണ് ഫസ്റ്റ് സിനിമ ചെയ്തത്. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ആണ് ഫസ്റ്റ് വൺ. ഓക്കെ. ഇപ്പോ സ്റ്റേജ് ഷോസ് എന്ന് പറയുമ്പോൾ ചേട്ടന് ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റേജ് ഷോ ഏതായിരുന്നു? ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ക്രൗഡ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറം ഉള്ള ക്രൗഡുകളിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ചില ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മലയാളികളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പോയി ഷോ ചെയ്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു ഷോയിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഷോയിലും പറയാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു ഷോ മാജിക്കിന്റെ 100 years അങ്ങാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്. മലയാളികളുടെ ഇടയിലുള്ള മാജിക് മാധ്യമം ഗൾഫ് മാധ്യമം അവിടെ നടത്തുന്ന ഷോ. ആ ഷോയിൽ ഞാൻ അവസാനം പറയേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് പറയുകയാണ്, കുറച്ച് പേര് ഇതിന് ബാക്കിൽ നിൽക്കുന്ന കുറച്ച് പേരൊന്ന് മാറി നിന്നിരുന്നെങ്കിൽ വെളിയിൽ കാത്തു നിൽക്കുന്ന കുറച്ച് പേർക്ക് ഒന്ന് അകത്ത് കയറുന്ന ഷോ കാണായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സൗദിയിൽ ഫസ്റ്റ് ഷോ, അതായത് തുടക്ക കാലഘട്ടത്തിലെ ഷോയില് ക്രൗഡ് കൂടിയിട്ട് സൗദി പോലീസും അല്ലെങ്കിൽ സൗദിയുടെ ആൾക്കാരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ലൈനായിട്ട് പോകാനായിട്ട് നിങ്ങൾ അവിടെ, അതായത് ജനം മുഴുവൻ പോയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. മറ്റേ ബാക്കി എല്ലാവരും നോക്കട്ടെ നിൽക്കട്ടെ, നമുക്ക് പോലീസുകാരല്ലേ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. ജിബൌട്ടിയിൽ പോയി ചെന്ന് നമ്മളിപ്പോ ഷോ ചെയ്തത് നോട്ട് എ വേർഡ് ഇൻ മലയാളം, ഒൺലി ഇംഗ്ലീഷ് ആണ്. നമ്മൾ പറയണത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു അറബിക് ഒരു ഫ്രഞ്ച് ലേഡി അപ്പുറത്തേന്ന്. അപ്പൊ ഞാൻ പറയണത് എങ്ങനെ അവിടെ കിട്ടുമല്ലോ, കാരണം നമ്മളൊരു കൊടുക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് കിട്ടണ്ടേ. അപ്പൊ അവിടെ നടത്തിയത് മലയാളികളായതുകൊണ്ട് അവർക്ക് നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്ററിനെയും കൂടി വെച്ചു. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ ട്രാൻസ്ലേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. നമ്മള് മറ്റേ ഭയങ്കര എന്ന് പറയുമ്പോൾ അവർ അപ്പുറത്ത് മാത്രമേ ഇവര് കറക്റ്റ് ആയിട്ടാണോ പറഞ്ഞത്, നമുക്ക് ചീത്ത പോകുന്നുള്ള പേടിയുണ്ട്. കാരണം വാക്കുകൾ മാറി കിടക്കുമ്പോഴേ ഇത് അതല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ. ഒരു എഫേർട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ബിജി ആയിട്ട് ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ നമുക്കൊരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഷോ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ചേട്ടാ അതെങ്ങനെ ശരിക്കും മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ, എന്റെ ഏറ്റവും കംഫർട്ടബിൾ എലമെന്റ് എന്ന് പറയുന്നത് സ്റ്റേജിലാണ്. ലൈവ് സംസാരിക്കാൻ ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ഇൻസ്റ്റന്റ് റെസ്പോൺസിന്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് കയറി നിന്നിട്ട് യു ആർ അഡ്രസ്സിങ് എ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആ ക്രൗഡിന്റെ മൊമെന്റം മനസ്സിലാക്കി തിരിച്ചു പെരുമാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. പക്ഷേ ബൈ ആൻഡ് ബൈ നമ്മൾ അവിടെ എത്തുമല്ലോ. നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് പോയ ആൾക്കാരെല്ലാരും സ്വായത്തമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മള് ഷോസ് ഒക്കെ നമ്മുടെ ടെലിവിഷൻ ഷോസ് ചെയ്യുന്ന സമയത്തും ചേട്ടൻ ഇതുപോലെ ലൈവായിട്ട് ചേട്ടന്റെ രീതിയിൽ തന്നെ സംസാരിക്കാനല്ലേ നോക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളല്ലാതാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വിൽ ഫോൾ ഫ്ലാറ്റ്. നമ്മളെ ആൾക്കാരെ പിടിക്കും, ഈ ഫേക്ക് പിടിക്കും പെട്ടെന്ന്. കാരണം ഒന്ന് നമ്മള് സംസാരിക്കുന്നത് മലയാളികളോടാണെന്നുള്ളത് ആദ്യത്തെ ഒരു ചിന്ത വേണം. കാരണം എന്ന് വെച്ചാൽ ബാക്കി പലരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് മലയാളി. അപ്പൊ അത് ഒന്ന്. പിന്നെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാള് ഫേക്ക് പിടിച്ചിരിക്കാൻ പറ്റും? ഇടയ്ക്ക് അറിയാതെ വന്നു പോകുമല്ലോ. മറ്റേ ഇതുപോലെയാണ്, മറ്റേ പേടിക്കുമ്പം അമ്മ പാമ്പ് എന്ന് പറയുന്ന പോലെയാണ്. അതുവരെ ഓ മൈ ഗാഡ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ച ആളാണ് മിഥുൻ ചേട്ടൻ. അപ്പൊ ഈ ആങ്കറിംഗിലേക്ക് വരും എന്നൊക്കെ ചേട്ടൻ എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നു? ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു 6ലോ 7ലോ പഠിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് സിനിമയാണ് ആഗ്രഹം ഞാൻ പറയുമായിരുന്നു. ബട്ട് അന്ന് നമുക്കൊരു ആങ്കറിംഗ് നിന്നുള്ളൊരു ചിന്തയില്ല. പിന്നീടല്ലേ ഇതൊക്കെ വഴികളായത്. ഇതിനകത്ത് കേറാൻ എന്താ മാർഗം, അതാണ് നമ്മൾ നോക്കി നടക്കുന്നത്. ഓക്കെ. സിനിമയിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട്. പിന്നെ ഞാൻ എപ്പോഴും കണക്കാക്കണെന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു മേഖല, നമുക്ക് റിട്ടയർമെന്റ് ഏജ് ഇല്ലാത്ത മേഖല. ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും വന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇഫ് യു വാണ്ട് ടു മേക്ക് യു ക്യാൻ മേക്ക് ഇറ്റ്. അതാണല്ലോ സിനിമയുടെ ഏറ്റവും വലിയ ഗുണം. തീർച്ചയായിട്ടും. അല്ലെ, സിനിമ പോലെ തന്നെ നമ്മുടെ ഈ ആങ്കറിംഗ് ഫീൽഡിലും ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും പറയണമെന്ന് വെച്ചാൽ അടുത്ത ആള് വന്നേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഇത് ചെയ്യും. അടുത്തൊരു കാലഘട്ടം അവരുടെ ആയിരിക്കും, അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടം വേറൊരാളുടെ ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും പോവുക. അതിനകത്ത് അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും
ഞാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യാൻ പോണ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ആ ആൾക്കാരുമായിട്ട് നമ്മൾ നല്ലതായിട്ടുള്ള ഒരു ബന്ധമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ദിൽ സ്റ്റിൽ വാണ്ട് യു. അവർ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മളെ തന്നെ വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, എല്ലാവരും അല്ല, കണ്ടിട്ടുള്ളത് പലപ്പോഴും വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ആധികാരികത സ്ഥാപിച്ചെടുക്കുമല്ലോ, അത് നമ്മൾ ആവശ്യമായിട്ട് കൊണ്ടുവന്നതല്ലേ. അപ്പൊ അവരോട് നമ്മൾ വേണ്ട രീതിയിലുള്ളൊരു പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും അതാണ് രണ്ടാമതൊരാളെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ചോയ്സ് വരുന്നത് പോലും. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ കോമഡി ഉത്സവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിഥുൻ ചേട്ടൻ ഇല്ലാണ്ട് ആ ഷോ നടത്തണ്ടെന്ന് വരെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. ഇപ്പൊ അതിൽ എന്റെ അമ്മയൊക്കെ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അമ്മ എപ്പോഴും പറയും പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതി ആര് വന്നാലും ചേട്ടൻ നിരാശപ്പെടുത്താറേ ഇല്ല, എല്ലാരെയും ഭയങ്കര ഹാപ്പി ആക്കി വിടാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ സിനിമയിലേക്ക് വരെ ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്നാ ചേട്ടന് ആഗ്രഹം? എല്ലാം ചെയ്യണം, ഇന്നതായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ നമുക്ക് അങ്ങനെ ഇപ്പോ ഇറ്റ്സ് നോട്ട് എ ടൈം ദാറ്റ് യു കൻ ചൂസ് റൈറ്റ് നൗ. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പം ഇന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയാം. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് വരിക, ഇഷ്ടമുള്ളതാണേ എടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ അവരോടത് അങ്ങനെ പറയൂല, മിക്കവാറും ഡേറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് പറയും. ഞാൻ എവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, മിഥുൻ ചേട്ടൻ ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ ഞാൻ അത് വായിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ ഇങ്ങനെ കാണുന്ന മിഥുൻ ചേട്ടൻ ഒരു വില്ലൻ ക്യാരക്ടറിലേക്ക് എങ്ങനെ ആളുകള് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. നമ്മള് ശരിക്കും നമുക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരെയും അങ്ങനെ കാണാലോ. ഏറ്റവും ഭംഗിയുള്ള ആളല്ലേ ദേവൻ ചേട്ടൻ. ആ ദേവൻ ചേട്ടന്റെ ലുക്കിൽ ദേവൻ ചേട്ടൻ എന്ത് ഗംഭീര വില്ലനാണ്. അപ്പൊ അത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബാബുചേട്ടനോട് ചോദിച്ചപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെയാണ്, എനിക്ക് പേടി എന്നെ നായകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്നായിരുന്നു. കാരണം ബാബുചേട്ടൻ ഫുള്ള് ഹൈറ്റും സൈസും ഫുൾ വില്ലനും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിയെ ഹീറോ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. എന്നിട്ട് പിന്നെയും വീണ്ടും വില്ലൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ സുരേഷ് ചേട്ടൻ ഏറ്റവും വലിയ വില്ലനായിട്ടല്ലേ വന്നു. അതുകൊണ്ട് വില്ലൻ ചെയ്യണം പറ്റിയ ഭയങ്കര കാര്യമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഹീറോയുടെ റിസ്ക് ഇല്ല, രണ്ട് അഭിനയിക്കാനും പറ്റും. അതെ, നെഗറ്റീവ് റോള് നന്നായിട്ട് ചെയ്യുന്നതാണ്, അതും ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഈ സൗണ്ട് ഇത്രയും മിഥുൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന പോലെ സൗണ്ട് ഫുൾ അടഞ്ഞിരിക്കുക. ഇപ്പൊ എന്ന് വെച്ചാല് അത് ഈ യാത്രയുടെയാണ്. അതായത് എപ്പോഴെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് എന്നാ ഡോക്ടർ പറയും, ഇല്ല അതൊരു മരുന്നൊന്നും തരാനില്ല, വെച്ചെന്ന് വോയിസ് റെസ്റ്റ് എടുക്കുന്നു പറയും. അത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ഒന്ന് സ്റ്റേജ് ഒരെണ്ണം കഴിഞ്ഞാൽ മിക്കവാറും എന്റെ സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. കാരണം നല്ല ഹെവി ആയിട്ട് ഇത് ചെയ്ത് പോകാനുള്ള സ്റ്റേജാണെങ്കിൽ മിക്കവാറും സൗണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് പോവല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഈ RJ ലൈഫില് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ലൈക് നമ്മുടെ സൗണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാല് ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ കണക്ടിവിറ്റി ഈസ് എ ലോട്ട് മോർ ഈസിയർ. നമ്മൾ 2004, 2005, 2006 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ബിഫോർ 2008 ഒരു കാലഘട്ടത്തിൽ റേഡിയോ ഭയങ്കര കണക്ടിവിറ്റി ഉള്ളൊരു മീഡിയമായിട്ട് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇൻസ്റ്റൻസസ് നമുക്ക് ചിലപ്പം ആ കാലഘട്ടത്തിൽ ഒരു ടാക്സി കിട്ടാൻ പ്രയാസമാണെങ്കിൽ വരെ പ്ലീസ് ഇവിടെ നിന്ന് ആരത്തെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറയും, എന്നെ എയർപോർട്ടിലോട്ട് ലേറ്റ് ആവുന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അന്ന് കുറച്ചുകൂടി ഒരു പേഴ്സണൽ മീഡിയയും കൂടിയായിരുന്നു ഈ സാധനം. പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഒരു മീഡിയ എന്നുള്ള രീതി, ഞാൻ റേഡിയോ ആയാലും വീഡിയോ ആണെങ്കിലും ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇമ്മെൻസ് ആണ്. അവിടെ ആംനസ്റ്റി ഒക്കെ നടന്ന സമയത്ത് നമുക്ക് എത്ര ആൾക്കാരെ നാട്ടിൽ കയറ്റി വിട്ടാൻ പറ്റി എന്നൊക്കെ ഉള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. മാത്രമല്ല നമ്മൾ പ്രവാസികളായിട്ടുള്ളവരുടെ ഇടയിൽ ഒരു മീഡിയ ആയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ലൈഫിന്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ ചില കാര്യങ്ങളിലെ സംശയം പോലും തീർക്കുന്നത് അവിടെയുള്ള മീഡിയക്കാരോടാണ്. അവർ കുറച്ചുകൂടി ഞാൻ എപ്പോഴും അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കും കൂടിയാണ്. ചില സമയത്ത് നമുക്ക് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഇത്രയും ആൾക്കാർ പറയുമ്പോൾ കേൾക്കാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ചാരിറ്റി ആൻഡ് സ്റ്റഫ്, നമ്മളത് എങ്ങനെ ചെയ്യുന്നു നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ ചിലരെ സഹായിക്കാമല്ലോ, ചിലർ ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ അവരെ സഹായിക്കാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് റേഡിയോ കരിയറിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ ചേട്ടനെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡബിങ്ങിന്റെ ചേട്ടൻ ചെയ്യും എന്ന് അറിയാം. പക്ഷെ ചില സിനിമ നമ്മളിലൊക്കെ നമ്മളുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടൻ, സത്യമായിട്ടും. ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ യൂട്യൂബിൽ അടിച്ചു വിട്ട് ആ വോയിസ് കേൾക്കുമായിരുന്നു ചേട്ടന്റെ. പക്ഷെ ഇപ്പോഴത്തെ മിഥുൻ ചേട്ടന്റെ വോയിസ് അല്ല, അത് പണ്ടത്തെ മിഥുൻ ചേട്ടൻ. അതെ. പക്ഷെ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, ഒപ്പം തന്നെ അതിനകത്തേക്ക് ഡബിങ്ങിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? അത് മെയിൻ ക്യാരക്ടറിനുള്ള ഡബിങ്. അതായത് കമൽ സാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഡബിങ്ങിലൂടെ. അന്ന്
അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചാൻസ് ചോദിക്കണമല്ലോ എല്ലാവരും. അപ്പൊ എങ്ങനെയും അവരിലേക്ക് എത്തണമല്ലോ. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ല. എനിക്ക് നമ്മുടെ ഒരു സന്തോഷേട്ടനുണ്ട് ട്രിവാൻഡ്രത്തുള്ള സന്തോഷേട്ടനാണ് എവിടെയെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തുക. അല്ലെങ്കിൽ സുരേഷ് അങ്കിളുണ്ട്, നമ്മുടെ മേനക സുരേഷ് കുമാറിലെ സുരേഷ് അങ്കിള്, അങ്ങനെ അവരൊക്കെയാണ് മിക്കവാറും എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക. അപ്പോഴും ഇൻട്രൊഡക്ഷൻ അല്ലേ ആവുള്ളൂ, നമുക്ക് നമ്മുടെ മെറ്റലൊന്നും പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല മാർഗം ഡബിങ്. അന്ന് ഇംഗ്ലീഷ് ഡബിങ്ങിന് എന്നെ വിളിക്കും, ഈ നവോദയെന്നും ചിത്രാഞ്ജലിന്നും വിളിക്കും. അപ്പോ അത് മറ്റേ ആൾക്കാർക്ക് അന്ന് ആക്സെന്റ് പറഞ്ഞൊന്നും പറഞ്ഞില്ല, ചുമ്മാ മറ്റേ വയല് വിരലിട്ട് സുരാജേട്ടൻ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ആയാൽ മതി. അപ്പോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ എന്നെ വിളിക്കുമായിരുന്നു ഡബ് ചെയ്യാൻ. ഞാനുണ്ട്, ക്രിസ്സും ഉണ്ട് അന്ന് ഡബ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ മറ്റേ ബ്രോക്കൺ മലയാളം വേണം, ജനേ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഗ്രാമഫോൺ എന്ന് പറഞ്ഞ പടത്തില്. അപ്പൊ ആ പടം നമ്മുടെ പടത്തിന് ശേഷം റിലീസ് ആയത്. പക്ഷെ അന്ന് അതിന്റെ ഡബിങ് നടക്കുമ്പോൾ അവിടെ ചെന്ന് ഞാൻ അപ്പൊ ഈ ക്യാരക്ടറിന് ഡബ് ചെയ്തു. കമൽ സാറുണ്ട്. എന്റെ ആഗ്രഹം വേറൊന്നുമില്ല, ഈ ഡബ് ചെയ്യാൻ പോണതോ അതിന്റെ പൈസയൊന്നുമില്ല. കമൽ സാറിനെ മീറ്റ് ചെയ്യണം, കമൽ സാറിന്റെ അടുത്ത് ഒരു ചാൻസ് വെക്കണം അടുത്തതെന്നോ. പുള്ളി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡബിങ് ആണ് നടക്കുന്നത് മുഴുവൻ. ഡബിങ് ഗ്രാമഫോൺ അങ്ങനെ വിളിച്ചു. അപ്പൊ ക്യാരക്ടർ ഇംഗ്ലീഷ് ഇതുള്ള ക്യാരക്ടറാണെ വിളിക്കുമല്ലോ. ട്രിവാൻഡ്രത്ത് ഏത് വന്നാലും നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. അത് ഈ സ്റ്റുഡിയോ റെക്കോർഡിസ്റ്റുകളുണ്ട്. അതെ, അപ്പൊ സ്റ്റുഡിയോ റെക്കോർഡിസ്റ്റുകൾ പറഞ്ഞു വയ്ക്കും, ചേട്ടാ നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. കാരണം ബാക്കി എല്ലാവരും ചെയ്യാൻ നല്ല ആൾക്കാരുണ്ട്, നമുക്ക് ഡബിങ് ഒന്നും പറഞ്ഞിടല്ലോ, ഇത് വെച്ചിട്ട് പിടിക്കും. അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് ഇത് ചെയ്തപ്പോ കമൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. കമൽ സാർ പറഞ്ഞു, ഇതിനകത്ത് ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഗ്രാമഫോൺ ഇനി കാണുകയാണെങ്കിൽ അതിനകത്ത് ആ ഇസ്രായേലി ക്യാരക്ടർ ഏറ്റവും അവസാനം വരുന്ന നമ്മുടെ ഖുറേഷി ചെയ്ത ക്യാരക്ടർ, അത് ഷാഫി ഖുറേഷി എന്നാണ് നടന്റെ പേര്. പിന്നെ പീയൂഷ് സോണി എന്ന് പറയുന്ന ഒരു പോപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരെ രണ്ടുപേർക്ക് ഞാൻ ഡബ് ചെയ്തത്. സെയിം പടത്തിൽ രണ്ടുപേർക്ക് ഞാൻ ഡബ് ചെയ്തു. അത് ഒന്ന് ചെറുതായിട്ട് മാറ്റം. പിന്നെ റെക്കോർഡിസ്റ്റ് ഉണ്ടല്ലോ, സ്റ്റുഡിയോയിൽ എഞ്ചിനീയർ ചെയ്തതിന് നമുക്ക് ശബ്ദങ്ങളൊക്കെ കുറെ മാറ്റം. അപ്പൊ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോ കമൽ സാർ ഗംഭീരം കേട്ടോ, നന്നായിരുന്നു. അപ്പൊ കമൽ സാർ ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുക, നമ്മുടെ സാർ ശരിക്കും ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, അഭിനേതാവാണ്, ഞാനിങ്ങനെ ഇന്ന പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തു. ആണോ, ഞാൻ ആലോചിച്ചു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത പടമുണ്ട്, ഒരു കോളേജ് സബ്ജക്റ്റ് ആണ്, എന്നിട്ട് അതിനകത്തൊരു ക്യാരക്ടർ ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക് യു സാർ, ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വിളിയാ സാറ് എന്താ തുടങ്ങുന്നുണ്ട്, സലീമിനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തപ്പോ തുടങ്ങണേന്റെ ഒരു 5 ദിവസം മുമ്പ് ഞാൻ അവിടെ തൃശ്ശൂരുണ്ട്. അപ്പൊ അന്ന് ഓഡിഷൻസ് ഒക്കെ ആയി വരണേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിട്ടുപോലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് നേരെ ഒന്നും അറിയാത്ത പോലെ ലൂസിയയിലോട്ട് പോയി. അപ്പൊ അവിടെ കയറിയപ്പോ സലീമിക്ക ഉണ്ട്, അസോസിയേറ്റ് ആയിരുന്നു സലീമിക്ക. അപ്പൊ സലീമിക്ക അപ്പൊ കമൽ സാർ ഇപ്പൊ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പൊ തന്നെ കൺഫേം ചെയ്തോളൂ. അതാണ് അന്നായിരുന്നു ഭാവനയുടെ ഓഡിഷനും ജിഷ്ണുവിന്റെ കാര്യമൊക്കെ അന്നായിരുന്നു എഴുതിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ പടത്തിന്റെ സമയമായപ്പം കമൽ സാർ പറഞ്ഞു നമുക്ക് ജിഷ്ണു ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള സമയമായിരുന്നല്ലോ. അപ്പൊ ജിഷ്ണുവിന്റെ മലയാളം അത്ര ഇതാവാതിരുന്ന സമയത്താണ് എന്നെ കൊണ്ട് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞെല്ലാം ജിഷ്ണുവിനെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ക്യാരക്ടറെ ജിസ്മോനാണ് ഡബ് ചെയ്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ചെയ്ത ക്യാരക്ടർ നമുക്ക് ഡബ് ചെയ്യണമെന്ന്. പക്ഷെ കമൽ സാർ പറയുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് തിരിച്ചു പറയാനില്ല. കാരണം പുള്ളി അത്രയും വിഷനോടുകൂടി ആയിരിക്കുമല്ലോ പറയുന്നത്. കിട്ടിയതെല്ലാം ബോണസ് ആയിട്ട് അയ്യോ മല്ലു സിംഗ് അത് ഭയങ്കര അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയുടെ ഫസ്റ്റ് മെയ്ഡ് ഇൻ ഹീറോ വെഞ്ചറിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു ഭയങ്കര വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ഉണ്ണിയുമായിട്ട് എനിക്ക് ഇപ്പോഴും ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കണക്ട് ഫസ്റ്റ് തുടങ്ങണം അവിടെ നിന്നാണ്. അപ്പൊ ഉണ്ണിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു പടമാണെങ്കിൽ അതിനകത്ത് എന്റെ സൗണ്ടിന്റെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ണിയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. അപ്പൊ വന്ന പക്ഷേ വൈശാഖ് പറഞ്ഞു കൊടുത്തു ഉണ്ണിയെടുത്ത്, ഉണ്ണി ഇങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ണിയുടെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിയെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു ഉണ്ണി എനിക്ക് വേണ്ട രീതി, കാരണം ഉണ്ണി അതിനകത്ത് പറയുന്ന ഹിന്ദി ഡയലോഗുകൾ ഞാൻ എത്ര പറഞ്ഞാലും ഉണ്ണിക്ക് നല്ല ഫ്ലുവന്റ് ഹിന്ദിയാണ്. എന്റെ ഹിന്ദിയിൽ എന്തായാലും ഒരു മലയാളം ആക്സെന്റ് വരുമല്ലോ, ഞാൻ ഈ എത്ര ചെയ്താലും അത് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ബ്രോ ശരിക്കും പറഞ്ഞ മനസ്സിലുണ്ട് എനിക്കത് എങ്ങനെ നിങ്ങളുടെ പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചാൽ നമ്മൾ കണക്ട് ആവണത് പോലും. അപ്പൊ അത്രയും പിന്നെ ഉറപ്പല്ലേ ഞാൻ പറഞ്ഞ എനിക്കാണേലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ അതിന് കൊടുക്കാൻ പറ്റുന്നതേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉണ്ണി സംസാരിച്ചു വെച്ചത് അതിനേക്കാളും ഗംഭീരമാണ്.
മനസ്സിലായില്ല. പക്ഷെ അത് വൈശാഖന്റെയും അവരുടെയൊക്കെ ഒരു ബ്രില്യൻസ് ആണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അംഗീകാരം കിട്ടിച്ച് എനിക്ക് ആ സമയത്ത് ആ വർഷത്തെ ഗൾഫിലെ അവാർഡിൽ ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡും ഒക്കെ അതിനകത്താണ് കിട്ടി. ഓ അപ്പൊ എല്ലാ മേഖലയിലും മിഥുൻ ചേട്ടൻ ഇങ്ങനെയും കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എല്ലാത്തിലും വന്ന് ചേട്ടൻ അപ്പൊ സ്കൂളിലൊക്കെ ടൈമില് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ഇപ്പോഴും നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പങ്കെടുക്കും. 4 പേരെ ഉണ്ടാവുള്ളൂ, 4ാമത്തെ സ്ഥാനവും കിട്ടും. അത് മതി നമുക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും എല്ലാരോടും പറയണതല്ലേ, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അതെ, അതിലാണ് കാര്യം. ഓക്കെ, എന്നാ ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഈ സ്വാമി വിവേകാനന്ദൻ അച്ഛന്റെ കൂടെ ഇത് 3rd സ്റ്റാൻഡേർഡോ 4th സ്റ്റാൻഡേർഡോ ആണ്. സ്വാമി വിവേകാനന്ദനായിട്ട് ഡ്രസ് ചെയ്ത് ചെന്ന് നിന്ന് മറ്റേ ഫാൻസി ഡ്രസ്സില്. അതെ, അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദന്റെ ഒരു ഫോട്ടോ കാണിച്ചത്. അപ്പൊ പുള്ളി ചിരിക്കുന്നില്ലല്ലോ, പുള്ളി ഇങ്ങനെയല്ലേ ഇരിക്കുന്നു. അപ്പൊ ബാക്കിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വരും, to be അതായത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക ഐ കം ഹിയർ ടു എന്ന് പറഞ്ഞിട്ട് അത് വേറെ ആരോ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇടുകയും ചെയ്യും. അപ്പോ ഞാൻ അവിടെ നടുക്ക് ചെന്ന്, അപ്പൊ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കേട്ടൻ തുറക്കുമ്പോ വിവേകാനന്ദന്റെ പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രമേ. അതെ, അങ്ങനെ പറയണം വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. കർട്ടൻ അടയ്ക്കണ പരിപാടിയില്ല, നടന്നു പോയി വിവേകാനന്ദന്റെ പ്രതിമ നിൽക്കണം. അപ്പോ അവിടെ ചെന്നിട്ട് വിവേകാനന്ദന്റെ പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഈ അനൗൺസ്മെന്റ് തീർന്നവർ അപ്പൊ അനങ്ങാതെ നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെന്നിട്ട് ചിരിക്കാനും പാടില്ല. അനൗൺസ്മെന്റ് തീർന്നവർ ഇങ്ങനെയൊക്കെ നോട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് അവസാനം കഴിഞ്ഞ പോയി വിവേകാനന്ദനെ കഴിഞ്ഞാന്ന് വെച്ചാൽ എല്ലാരും കൂടി അതറിയില്ലായിരുന്നു ചേട്ടൻ ഇങ്ങനെ പോയി നിക്കണം. അല്ല, എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് കേട്ടൻ തുറക്കുമ്പോ നമ്മള് ടാബ്ലോ പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ, അതാണെന്ന് വിചാരിച്ചു. പക്ഷേ കർട്ടൻ അടയ്ക്കണ പരിപാടി നടന്ന് പോയി അവിടെ ചെന്ന് പ്രതിമയായിട്ട് നിന്ന് പിന്നെ അവിടെ നിന്ന് പോകേണ്ട സാഹചര്യം. അല്ല, അതെ അതെ, അതിന് പോകുന്നതിന് മുമ്പ് എടുത്ത അച്ഛന്റെ കൂടെ എടുത്ത ഫോട്ടോ. ഇനി കമ്മിങ് ടു ഫാമിലി, ലക്ഷ്മി ചേച്ചിയെ കുറിച്ചൊന്നും പറയാതെ തന്വിയെ കുറിച്ചും പറയാതെ എവിടെയും പോവാൻ പറ്റില്ല ചേട്ടന്. കാരണം ചേട്ടന്റെ ലൈഫിൽ അത്രയും എനിക്ക് തോന്നുന്നു എത്ര തിരക്കിന്റെ ഇടയിലും ഫാമിലി എന്നുള്ള ഒരു സ്പേസ് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. നമ്മള് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഇത്രയും ഓട്ടത്തിനിടയിൽ ഭയങ്കര ഏറ്റവും ഈസിയസ്റ്റ് ഇഗ്നോറബിൾ ഫാക്ട് ഇസ് യുവർ ഫാമിലി. നമ്മള് ഓടി നടക്കുന്നതിനിടയിൽ നമുക്ക് ശരിക്കും മാത്രമല്ല ദേ വിൽ ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എന്നുള്ളൊരു തോട്ട് പ്രോസസ് വരും. നമുക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണ പോലെ തന്നെ കുടുംബത്തിനും പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അത് നമ്മൾ അത് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ മറ്റേ നമുക്ക് ഇത് വിട്ടിട്ട് നമ്മൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വിൽ നെവർ ബി ഹാപ്പി. എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ പറയുന്നത്. വെച്ചാൽ ഇപ്പം ഫാമിലി ഇല്ലാതെയൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള ഒരു കുടുംബം എന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് ഫോളോ അപ്പാർട്ട്. അല്ല, എനിക്കിപ്പോ ചേട്ടൻ ഇത് പറയുമ്പോൾ വിനീതേണ്ട ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഫാമിലിയിൽ ഒന്ന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളതൊക്കെ മറക്കും. ഭയങ്കര റിലീഫ് ആണെന്നുള്ളൊരു കാര്യം 100%. ഞാൻ പറഞ്ഞത് ആ റിലീഫാണ് നിങ്ങൾ കാണുന്ന വീഡിയോ. അതെ, എനിക്ക് ലക്ഷ്മിയുടെ ക്രിയേറ്റിവിറ്റി ഡേ ബൈ ഡേ കൂടി വരികയാണ്. അത് ചിലതൊക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം വോയിസ് ഇല്ലാത്ത സാഹചര്യമാണ്. കാരണം വെച്ചാൽ ചിലതൊക്കെ എൻ്റെ അടുത്തൊന്നും പറയുമ്പോൾ നമ്മൾ ചളിയാണ്, ഇത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹിറ്റാവും. നിങ്ങളല്ലേ ഇത് ചളിയാന്ന് പറയുന്നത്, ഭയങ്കര ഹിറ്റാണ് കേട്ടോ, ആൾക്കാർ 1 മില്യൺ വ്യൂ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ത് പറയാ. ഓക്കെ, ഇപ്പൊ ചേച്ചിയുടെ എനിക്ക് തോന്നുന്ന എല്ലാ വീഡിയോസിലും കൂടുതൽ കുറെ ഇതിലും മിഥുൻ ചേട്ടനും ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ കോവിഡിന് മുമ്പ് വരെ ഞാൻ ഇൻവോൾവ് ആവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ആദ്യം പുള്ളിക്കാരിയും പറഞ്ഞ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഷീ വോണ്ട് ടു ബിൽഡ് ഹർ ഓൺ സ്പേസ് എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പേരിലല്ലാണ്ട്. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞു എന്ന് കണ്ടപ്പോ പിന്നെ കോവിഡിന്റെ സമയത്ത് ഞാൻ ബോറടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലോഗർ ആയതും ഇതായതൊക്കെ വന്നത്. അത് പുള്ളിക്കാരിയുടെ തന്നെ ചോയ്സിലാണ്. ഇപ്പോഴും ക്രിയേറ്റീവ് ഐഡിയാസ് മുഴുവൻ പുള്ളിക്കാരിയുടെയാണ്. ചിലതൊക്കെ കാണുമ്പോ എന്റെ പൊന്നിത് എങ്ങനെ ചെയ്തു ആലോചിക്കും. അതും ഭയങ്കര രസമായിട്ട് ചേച്ചി അത് പ്രസന്റ് ചെയ്യണ രീതിയും അങ്ങനെ തന്നെയാണല്ലേ ആള് ശരിക്കും. പിന്നെ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴും അല്ല, അങ്ങനെയല്ലേ ഭയങ്കര ജോളി ആയിട്ട് 100% എന്ത് കാര്യം ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കോവിഡിനിടയിൽ നമ്മൾ കേറിയപ്പോ കോവിഡിനിടയ്ക്ക് കയറി ഞാൻ പറഞ്ഞ വെച്ചാൽ ആ സമയത്ത് അഭിനയിക്കാൻ വേറെ മാർഗമില്ല, ഇതല്ലേ ഉള്ളൂ. ചാൻസ് ചോദിച്ചു ലക്ഷ്മി ചേച്ചിയുടെ
ഓക്കെ, തൻവി ഇതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണോ ആൾക്ക്? എന്ന് വെച്ചാല് ഈ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, ഒരു പക്ഷെ ഒരു കാലം കഴിയുന്തോറും ആൾക്കാരിൽ മറ്റേ പിള്ളേരിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ അതുപോലെ തുടക്കത്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി മറ്റേ ഇതാണ്, ബ്യൂട്ടി കോൺഷ്യസും ഇതൊക്കെയാണ്. അതാണ്. അപ്പോ അതുകൊണ്ട് ചില കണ്ടീഷൻസിലെ കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ പണം ആവശ്യപ്പെട്ടു തുടങ്ങി. ശരി, അഭിനയിക്കാം, പക്ഷെ അതിന്റെ റെമ്യൂണറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യത്തിൽ നെഗോഷിയേഷൻ സ്കിൽസ് ആണ് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാധനമായി അവള് വാങ്ങിപ്പിക്കുന്നു. തന്നില്ലല്ലോ, ഇത് വാങ്ങിത്തന്ന്. കുഴപ്പമില്ല ചായ, ഇവിടെ കയറി നമുക്ക് ഈ സാധനം വാങ്ങാം പറയൂ. ഓക്കെ, ഇപ്പൊ ചേച്ചിയുടെ കോണ്ടന്റ് ക്രിയേഷനിലൊക്കെ ചേട്ടനും ഇൻവോൾവ് ചെയ്യാറുണ്ടോ? സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? ആ, ബേസിക് അതിനെ പറഞ്ഞേ, മിക്കവാറും ഈ വന്ന് ഡിസ്കസ് ചെയ്യും, ഇത് ചെയ്യട്ടെ, ഇത് കൊള്ളാവോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതാ പറഞ്ഞേ, ഇപ്പൊ പറഞ്ഞ വോയിസ് ഇല്ലാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് പറഞ്ഞത് മോശമാണെന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഭയങ്കര ഹിറ്റും. ഇപ്പൊ അതുകൊണ്ട് മിണ്ടാറില്ല. ഇല്ല, സ്റ്റിൽ വി ഡിസ്കസ് എങ്ങനെ അതിനെ കുറച്ചുകൂടി പൊലിപ്പിക്കാന്നുള്ളത്. ഇപ്പൊ ആർജെ, വിജെ, അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നു ചേട്ടൻ, ഡബ് ചെയ്യുന്നു. ഇനിയിപ്പോ ഒരു ഡയറക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടോ ചേട്ടന്റെ മനസ്സിൽ? ശരിക്കും പറഞ്ഞാല് ഞാൻ ഒരിക്കലും മനസ്സിൽ നിന്ന്, പക്ഷെ ഡെഫിനറ്റ്ലി ദർ വിൽ ബി, അതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, അത് വരും. അത് വേറൊരു രീതിയിലുള്ള ഒരു സാധനമായിട്ട് വരണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും ഞാൻ മനസ്സിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അഭിനയം, ഞാൻ പറയുന്നത് നമ്മൾ ലൈറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഒരുപക്ഷെ നമ്മൾ ബിഹൈൻഡ് ദ സീൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു എൻഡ് ഗോൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു സിനിമാറ്റോഗ്രാഫർ, അല്ലെങ്കിൽ ഒരു മെയിൻ ലൈൻ ആക്ടർ എന്നുള്ളതായിരിക്കും. ഞാൻ പലപ്പോഴും അങ്ങനെയാണ്. കാരണം യു വിൽ ഓൾവേസ് ഇൻച്ച് യുവർ വേ ടു ദേർ. അല്ലാതെ ഇപ്പം നിൽക്കുന്നിടത്ത് ആവില്ല. കാരണം സിനിമ ഭയങ്കരമായിട്ട് ആസ്പയർ ചെയ്യുമല്ലോ, നമ്മളെ ഇൻസ്പയർ ചെയ്യുമല്ലോ ഭയങ്കരമായിട്ട്. നമ്മൾ അതിലേക്ക് എത്താനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമ്മളൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാർ നമുക്ക് ചുറ്റും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയും ഒക്കെ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഹ്യൂജാണ്. അത് നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിൽ വളരണം എന്നുള്ള ആഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു ഡയറക്ഷനോ ഇതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സാധനങ്ങളാണ്. ലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ ഇങ്ങനെ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണോണ്ട്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുള്ളിക്കാരിക്ക് ഇത് നല്ല ഐഡിയ ഉണ്ട്, ഇത് ചെയ്യും. പക്ഷേ അന്ന് ഇപ്പൊ നമ്മൾ സോൾട്ട് മാംഗോ ട്രീ കഴിഞ്ഞിട്ട് പിന്നീട് അഭിനയിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ക്ഷമ എന്ന് പറയുന്ന പ്രശ്നമാണ്. അതായത് ചെന്നിരുന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, നമ്മൾ അവിടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പുള്ളിക്കാരി ഇതാണ്. ഇത് മറ്റേ സ്വന്തം സൗകര്യത്തിനല്ലേ ക്യാമറ വെക്കണേ, സ്വന്തം ഇതല്ലേ ചെയ്യണേ എന്നുള്ളത്. അപ്പൊ അത് ആ ഒരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. നമ്മൾ ഈ ഓൺ ബിസിനസ് നടത്തുന്നതും വേറൊരാളുടെ അടുത്ത് മറ്റേ ജോലി ചെയ്യുന്നതിന്റെയും പ്രശ്നമുണ്ട്. അതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആ കംഫർട്ട് സോൺ പുഷ് ചെയ്യണ സമയത്ത് ചെയ്യുമായിരിക്കും. ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞേ, ഇതിന്റെ ഒക്കെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഇപ്പൊ പാർവതിക്ക് അറിയാം, പാർവതി വന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട്. പുള്ളിക്കാരുടെ സമയത്താണ് വർക്ക് ചെയ്യണത് എന്നുള്ളതിന്റെ ഇതുണ്ട്. അപ്പൊ ഓൾവേസ് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഉള്ള ഒരാളാണ്. അതായത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തൊട്ട് പിന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, കുറച്ച് തോട്ട് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ, പിന്നെ അവരെ ചോദ്യം ചെയ്തു തുടങ്ങും. അതെ, അത് നിർത്തിച്ചതാണ് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ നിർത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഴ്ചക്ക് ടാറ്റു ചെയ്തതിന് ശരീരത്തിൽ സ്ഥലം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു ഭയങ്കര ക്രേസ് ഉണ്ട്. ഇപ്പം കുറച്ച് കുറവാണ്. ഇപ്പൊ ഏതോ പുതിയ ടാറ്റു ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവിടെ. എന്താണെന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കാരണം വെച്ചാൽ അതിനെ മറ്റേ ഇന്റർവ്യൂ ചെയ്തതിന് മറ്റേ കോൺവെർസേഷന്റെ ഭാഗവും എന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുകയും ചെയ്യും. അത് ചില സമയത്ത് നടന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതായത് യാത്ര പോകുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ഒരു സംഭവം നമുക്ക് ഇപ്പൊ ചെയ്താലോ. പിന്നെ ചേട്ടൻ പിന്നെ എന്തിനും റെഡി ആയതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, തൻവിയുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അവൾക്ക് എന്താണ് ഇപ്പോഴേ എന്തെങ്കിലും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇല്ല, ഞാൻ എന്താ പറഞ്ഞത്, വി ഹാവ് നെവർ ഫോഴ്സ്ഡ് ടു ഡു എനിത്തിങ്. ഈ പഠിക്കാൻ പോലും ഫോഴ്സ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളുണ്ട്, കാരണം സ്കൂളിലോട്ട് വിളിക്കുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഷീസ് ഇൻ ഹർ വേൾഡ്. ഞാൻ കണക്കാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് എത്ര പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളിലൊന്നും അല്ല ഞാനിപ്പോ നിൽക്കുന്നത്. ലക്ഷ്മി പഠിച്ച കാര്യങ്ങളിലൊന്നും അല്ല ലക്ഷ്മി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പോകാൻ പോണ ലോകത്തിൽ ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അടവച്ച് വിരിയിച്ചെടുക്കേണ്ട കുറെ
ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ബാക്കി കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫ്രീ വേൾഡിൽ വിടണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല, പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അവരൊരിക്കലും അവരുടേതായിട്ടുള്ളൊരു ബേസോ ഇതോ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വിട്ടേക്കാണ്. ഇപ്പൊ ഒരു പിടുത്തം പിടിച്ചാലോ കംപ്ലൈന്റുകൾ വന്നു തുടങ്ങിയോ സംശയം, വിളികളൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കാലം മാറുന്നോളം നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു പാരന്റിങ് ഒക്കെ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ അടിച്ചത്രയും, അതായത് നമ്മുടെ അച്ഛനും അമ്മയെ അടിച്ചത്രയും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ അടിക്കില്ല. ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ആരോ പറഞ്ഞതറിയില്ല, ബട്ട് വി ഹാഡ് ടു ബ്രിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. നമ്മുടെ ജനറേഷനാണല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനത്തിന് എത്രയും കഠിനമായിട്ട് പിടിച്ച് കൊണ്ടുവന്നതും ഈ പറയുന്ന പോലെ ബൈനറി റോൾസും മറ്റേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തോട്ട് പ്രോസസ് വന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായിരുന്നു അതിന് മുമ്പ് എന്നുള്ളതാണ്. ഇതെല്ലാം ജനറലൈസ് ചെയ്ത് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇതിനകത്ത് എത്രത്തോളം കറക്റ്റ്നെസ് ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ടില്ല. പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം കുട്ടികളെ അടിക്കുന്നതൊക്കെ തെറ്റാണ്, കുട്ടികളെ അടിച്ചല്ല വളർത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള, പക്ഷെ നമ്മുടെ തൊട്ടുമുമ്പത്തെ സാഹചര്യത്തിൽ നമുക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞത് എനിക്ക് കിട്ടിയത്ര അടിയൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരും പറയണം. അപ്പം അടുത്ത ജനറേഷനിൽ നമ്മൾ പറയാൻ പോണത് ഇത് തന്നെയാണ്. നിനക്ക് അതിങ്ങനെ കുറഞ്ഞു വരും. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെ ഇതായിട്ട് വരുന്നത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് ചെയ്യാനും പേടിയുണ്ട്. മാത്രമല്ല നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊക്കെ നമുക്ക് ചിലപ്പം അയ്യോ കുട്ടികളോട് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ലോല ഹൃദയരാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛനമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് പാരന്റിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്നത് വെച്ചാൽ വി ആർ ഓൾ ഇൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ കൺഫ്യൂസ് സ്റ്റേറ്റ്. പിന്നെ യു ലേൺ ഇറ്റ് ഓൺ ദ ഗോ എന്നാണ് ഞാൻ എല്ലാത്തിൻ്റെയും കാര്യം. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തൊന്നും ചില കാര്യങ്ങളൊന്നും നടക്കില്ല. പാരന്റിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ ഓൺ ദ ഗോ യു വിൽ ലേൺ. മിസ്റ്റേക്കുകൾ വരുത്തുന്നേ, അച്ഛനും അമ്മയും മിസ്റ്റേക്കുകൾ വരുത്തിയതുകൊണ്ടാണ് നമ്മൾ പലതും പഠിച്ചത്. അതെ ശരിയാണ്. അല്ല ഇപ്പൊ ചേട്ടൻ വളർന്നു വന്ന രീതിയിൽ ചേട്ടന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു പാരന്റിങ് കണ്ട് വളർന്നുകൊണ്ട് ചേട്ടനൊരു അച്ഛനായി, പക്ഷെ അത് ആവാൻ നോക്കി. എനിക്ക് തോന്നുന്നു അതൊക്കെ ചിലത് നമ്മൾ ആവാൻ നോക്കുകയും ചെയ്യും, ചിലത് ആവാതിരിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അതായത് ഇത് ശരിയാണ്, ഇത് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള തോന്നുന്ന സംഭവങ്ങളും ഉണ്ടല്ലോ. അത് അങ്ങനെ തന്നെയേ വരുള്ളൂ. ഇനി അടുത്ത ജനറേഷൻ നോക്കുമ്പോൾ നമ്മളെ നല്ലതും ചീത്തയും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറ്റി തിരിച്ചറിയാൻ പറ്റണമല്ലോ. അല്ല തൻവി, ഇപ്പൊ എനിക്കൊന്ന് ലക്ഷ്മി ചേച്ചിയുടെ ആരും ഇങ്ങനെ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ, ആരെയാണ് ഏറ്റവും ഇഷ്ടം? ചേച്ചി തൻവിയുടെ പേര് പറഞ്ഞു, തൻവിയാണ് എന്ന് പറഞ്ഞു. എനിക്കൊന്ന് തൻവി പറഞ്ഞു ഒരു അമ്മയേക്കാൾ കൂടുതൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചേച്ചി എന്നുള്ളത്. അപ്പൊ മിഥുൻ ചേട്ടൻ എന്നുള്ള ഒരു അച്ഛൻ എങ്ങനെയാ ശരിക്കും? അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഈ വീക്കെൻഡ് പോകുമ്പോഴാണ് അറിയുക. കാരണം രണ്ടുപേരും ഇത് ചെയ്തിട്ട് എന്നെ വിളിക്കുന്നത് OTP മാത്രമാണ്. OTP എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു എന്തിനാണത്? അത് പറയാം, പെട്ടെന്ന് പറയാം OTP ഇപ്പൊ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഗൺ പോയിന്റ് നിർത്തി പറയണ പോലെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചുറ്റുപാടില്ല, ഒന്നും ചോദിക്കാനുള്ള സമയമില്ല. OTP പറഞ്ഞു ഓക്കെ ഇത് വാങ്ങിച്ചേ. അപ്പൊ ഞാൻ അത് ഇത്രയും വിലയല്ലേ? നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ, നമ്മൾ മാത്രമല്ലേ ഉള്ളു, അപ്പൊ പിന്നെ അത് വാങ്ങണ്ടേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് സപ്പോർട്ട് ചെയ്യുന്നേ ഇതിന്. ശരിക്കും അച്ഛൻ എങ്ങനെയാണ് തൻവിക്ക്? ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞത് ഇത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് എന്നോടോ പിള്ളേർക്കെന്നുള്ളത് അറിയില്ല. ബട്ട് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് അവരൊരു സ്പേസ് കൊടുത്ത് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എപ്പോഴും എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ചെയ്യാം, എന്ത് ആവശ്യങ്ങൾ വേണേലും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഞാനാണ് അവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ കോൺവെർസേഷൻ ടൈമാണ്. ആ സമയത്ത് അമ്മയില്ല മിക്കവാറും. അമ്മ അകത്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അമ്മ പറയാം നിങ്ങൾ പോയാൽ മതി എന്ന് പറയാം. അപ്പൊ നമ്മൾ ആ സമയത്താണ് മറ്റേ എല്ലാ ഗോസിപ്പുകളും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആ ടൈമിലാണ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് അവർ ബോണ്ടിങ് ടൈം. പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നതിന് നമുക്ക് മിക്കവാറും നമ്മുടെ ടേസ്റ്റ് നെറ്റ്ഫ്ലിക്സ് സെയിം ആണ്, ഞാന്റെയും തൻവിയുടെയും. അപ്പൊ ചിഞ്ചുവിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. ചിഞ്ചു ഇപ്പൊ പതുക്കെ ഇതിങ്ങനെ കൊറിയനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ അപ്പൊ അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് വന്നിരുന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ചോയ്സ് ഓഫ് ഡ്രാമാസ് ഒക്കെ ഒരുവിധം സെയിം ആണ്. ഇപ്പൊ ഈ പിള്ളേരുടെ തോട്ട് പ്രോസസ്സും ഒക്കെ ഇപ്പൊ ഇൻക്ലൂഡിങ് മീ ഭയങ്കരമായിട്ട് മാറുന്ന ഒരു ഇതിലാണ്. അപ്പൊ തൻവി ഇങ്ങനെ പറയണം അച്ഛ അത് അങ്ങനെയല്ല, അച്ഛ അത് ഇങ്ങനെയാണ് എന്ന് അവള് പറയാറുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ചില സാധനങ്ങൾ എന്താണ് എന്നുള്ളത് തൻവി പറഞ്ഞു തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ചില പുതിയ കാര്യങ്ങൾ നമുക്ക് അപ്പൊ ഞാൻ അന്തം വിട്ടു, ഇത് എങ്ങനെ നിനക്ക് അറിയാം എന്നുള്ളത് ആലോചിച്ചു. പക്ഷെ എന്നാലും ലോട്ട് ഓഫ് തിങ്സ് വി ലേൺ ഫ്രം ദം. ചില ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ സ്ലാങ്ങുകൾ വിൽ നോട്ട് നോ.
അത് നമ്മുടെ മലയാളത്തിലുള്ളതല്ല, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിലുള്ള സ്ഥലങ്ങൾ മിക്കവാറും അവർക്കായിരിക്കും അറിയാം. നമുക്ക് അങ്ങനത്തെ ഒരു ആ ജനറേഷനായിട്ടുള്ള ഒരു കണക്ട് മിസ്സായി പോയത് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോ ചില ആൾക്കാർ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ഇവള് വാചാലരായിട്ട് പറയുമ്പോൾ ഞാൻ പറയാം ഇതാരാണ് എന്നുള്ളത്, മിസ്റ്റർ ബീസ്റ്റ്. അപ്പൊ ഞാൻ പറയാം മിസ്റ്റർ ബീസ്റ്റ് ഇതാരാണ് എന്ന് വെച്ചിട്ട് ഇന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൻവിയുടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ വി ഹാവ് ടു ലേൺ ഫ്രം ദം ആസ് വെൽ. നമ്മൾ വലുതായതുകൊണ്ട് നമ്മൾ അവരെ പഠിക്കില്ല എന്നൊന്നും വിചാരിച്ച് നിൽക്കരുത്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, തൻവിയുടെ കാര്യം ലക്ഷ്മി ചേച്ചിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ബോണ്ടിങ് അങ്ങനെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഥുൻ ചേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി ഭയങ്കര റിലീഫാണ്. കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, തൻവിയുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ചേട്ടൻ അങ്ങനത്തെ ഒരു ടെൻഷൻ ആ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പം എനിക്കിപ്പോഴും ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഫോണൊന്നും നോക്കുക പോലും ചെയ്യേണ്ടാതെ സംസാരിക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വീടിന്റെ കാര്യം നമുക്ക് അറിയേണ്ടി വരാറേയില്ല. വീട്ടില് ഈ പറഞ്ഞ പോലെയാണ് കറക്റ്റായിട്ട് മറ്റേ പേയ്മെന്റുകൾ നോക്കാൻ മാത്രമേ ഞാനുള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാ തീരുമാനങ്ങളും എടുത്ത് ബാക്കി കറക്റ്റായിട്ട് കൊണ്ടുപോകും. ഷീസ് എ ഗ്രേറ്റ് ഹോം മേക്കർ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ വേണ്ടത്ര റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമേ നോക്കേണ്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം. അപ്പോൾ ലൈക്ക് ഭയങ്കര എക്സ്പീരിയൻസ് അത് വേണ്ട, ലൈക്ക് ചേട്ടന് ഓർമ്മയുള്ള നല്ലൊരു മെമ്മറി ആ ഒരു സെറ്റില് അല്ലെങ്കിൽ അവരിൽ നിന്ന് ചേട്ടൻ നോട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ, മമ്മൂക്ക. എന്നുവെച്ചാല് ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്, ഇപ്പോഴുമാണ്. എല്ലാം നല്ല ഭയങ്കര മോഹൻലാൽ ഫാനാണ്. പക്ഷെ ഞാൻ മീറ്റ് ചെയ്തതിൽ, ഞാൻ പറഞ്ഞ ലാലേട്ടനെ മീറ്റ് ചെയ്തതിൽ ലാലേട്ടന് ഭയങ്കര നല്ല ഒരു ഫ്രണ്ട്ലി ഇതിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞാൽ മിക്കവാറും ഒരു ഫസ്റ്റ് കോള് വരുന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ ആയിരിക്കും. അത് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല വേറെ പലരോടും അന്വേഷിക്കുന്നത് പോലും പുള്ളിയായിരിക്കും. അതെനിക്ക് തോന്നുന്നു അത് പുള്ളിയുടെ ഒരു ജനറൽ നേച്ചറാണ്. അദ്ദേഹം എല്ലാവരുടെയും ഒരു വലിയേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയേട്ടൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയണമെന്ന് വെച്ചാൽ അദ്ദേഹം അത് ചെയ്താലും ഇല്ലെങ്കിലും എപ്പോഴും അദ്ദേഹത്തിനോടുള്ള ആരാധന ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാനെടുക്കുന്ന ഒരു എഫേർട്ട്, അത് മമ്മൂക്കയുടെ കാര്യത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈവൻ ഞാനിപ്പം വയ്യാതിരുന്ന സമയത്തും എനിക്ക് വന്ന കോളുകളിൽ ഫസ്റ്റ് ഓർമ്മ അദ്ദേഹത്തിന്റെയാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഫസ്റ്റ് ചെല്ലുമ്പോൾ എല്ലാവരും. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് വെച്ചാൽ എല്ലാവരും അതിൽ കൺസേൺഡ് ആണെന്നുള്ളതാണ്. ആരും അതിനെ പറ്റിയിട്ട് നിങ്ങളത് മറ്റേ ഇതല്ല എന്നുള്ള രീതിയിലല്ലോ പറയുന്നത്. ദാറ്റ്സ് എ ബിഗ് തിങ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണത്, നമ്മളെ പറ്റി കൺസേൺഡ് ആവുക എന്നുള്ളത്. ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ എല്ലായിടത്തും ചേട്ടൻ ഇപ്പൊ കുറെ നാളായിട്ട് അത് തന്നെയാ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ അതങ്ങ് മാറ്റി വെച്ചത്. ഇനി ഞാൻ എന്താ അതിനെ പറ്റി എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. അതെ, പക്ഷെ ഇതെന്താ വെച്ചാൽ ഈ ആൽഗരിതത്തിന്റെ കുഴപ്പം എവിടെയെന്ന് അറിയോ, പഴയ വീഡിയോ എടുത്ത് ഫ്രണ്ട് വരും. അപ്പൊ ഇപ്പോഴും ആൾക്കാർ എന്തുപറ്റി വിളിച്ചു. ഫഹദ് ഞാൻ ഡയമണ്ട് നെക്ലസിലാണ് ഫഹദുമായിട്ട് എഴുതിയത്. മിക്കവാറും യാത്രകളുടെ ഇടയിൽ കാണാറുണ്ട്. ഫഹദ് ഞാൻ അന്ന് ഫസ്റ്റ് ഡയമണ്ട് നെക്ലസിൽ വരുമ്പോൾ ഫഹദ് ഈ പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലോട്ട് വരുന്നതേ ഉള്ളൂ. ഇത്രയും ഗംഭീര ഒരു നടന്നുള്ള സ്റ്റെപ്പ്. പക്ഷെ അന്ന് തന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഡയറക്ടർ പറയണ എനിക്കിതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ട് അല്ല ഇത് കറക്റ്റ് ആവും, ഇത് ഓക്കെയാണ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ആ കോൺഫിഡൻസ് ഉള്ള ആളാണ് ഫഹദ്. ഞാൻ അന്ന് അവിടെ കണ്ടിട്ടുണ്ട്. അത് ലാൽചേട്ടൻ്റെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യുക. ലാൽചേട്ടൻ പറയാം നമുക്ക് ഫാദർ എങ്ങനെ ചെയ്താൽ, അപ്പോൾ ലാൽചേട്ടൻ്റെ അടുത്ത് നേരെ ചെന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ചേട്ടാ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അടുത്തതിലൊരു ഇമ്പാക്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ലാൽചേട്ടനെ കൺവിൻസ് ചെയ്യണം. കാരണം ഹീസ് എ ബ്രില്യന്റ് ഡയറക്ടർ. അപ്പോൾ അത് കൺവിൻസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് വേണം ആക്ടിങ്ങിൽ. ആ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും വരുമായിരിക്കും എന്നുള്ളത് എനിക്ക്. പക്ഷെ അതൊരു ഭയങ്കര വേറൊരു ലീഗാണ്. അന്ന് ഞാൻ ഫാദിനെ അവിടെ കണ്ടിട്ടുണ്ട്, അവര് വീട്ടിൽ വെച്ചിട്ട്. പക്ഷെ ഞാനന്ന് ശരിക്കും പറഞ്ഞ ശരിക്കും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ആ സമയത്ത്. അപ്പൊ അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്യാനും ഇത് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഓയ്യോ, ഇത്രയും എനിക്ക് എന്റെ അച്ഛനായിട്ടാണ് വെട്ടത്തിൽ അഭിനയിക്കുന്നത്. നമ്മളില് എനിക്ക് ഇത് ഇഷ്ടംപോലെ തന്നെ ഫസ്റ്റ് പടത്തിൽ എനിക്ക് ശരിക്കും പറയാൻ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങളിലെല്ലാം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ദുബായിൽ വന്നപ്പോഴൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇവന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. തൻവിയെ പേരെടുത്ത് വിളിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ
ഇന്നസെന്റ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സിംഗ് ആണ്. നമുക്ക് ചില മീറ്റിങ്ങുകൾക്കൊന്നും പോകണ്ടെന്ന് പോലും തോന്നും, കാരണം അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ള സംഭവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അത്രയും കണ്ട് ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്. ഭയങ്കര കോമഡി. എല്ലാരും ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. സീരിയസ് ആയിട്ടുള്ള സൂപ്പർ ഫോറിലാണെന്ന് തോന്നുന്നു, എനിക്ക് സൂപ്പർ ഫോർ ഇവന്റ് ഷോയിന് ആണ് ലാസ്റ്റ് ഒരുമിച്ച് നമ്മൾ എല്ലാരും കൂടി കൂടിയിരുന്നു. അന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പുള്ളിക്ക് വയ്യാന്നുള്ളത് നമുക്കറിയാം. പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കുന്നത്, പുള്ളിക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പോലും പുള്ളി ഇതിന്റെയൊക്കെ ഞാൻ പറയാം അപ്പൊ അത് നടന്നോളും, മറ്റേ പേടിയുണ്ട് ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ആറ്റിറ്റ്യൂഡിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയില്ല. സച്ച് എ ഗ്രേറ്റ് മാൻ. ലാലേട്ടൻ ഉറപ്പായിട്ട് ഇന്നും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നും ഫേവറേറ്റ് ആണ്. ഞാൻ ഇന്നും വഴക്കുണ്ടാക്കും. ആരെല്ലാം ലാലേട്ടന്റെ മോശം പറഞ്ഞാൽ എനിക്ക് അവരെ മറ്റേ ചീത്ത വിളിക്കണം തോന്നും ഒക്കെ. ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ് ലാലേട്ടൻ. അഗൈൻ വേറൊരു തലത്തിൽ ലൈഫ് കൊണ്ടുപോകുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. അത് ഞാൻ പറഞ്ഞത് അതിനകത്ത് റിച്ച്നെസ്സോ അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആക്ടർ ആണെന്നോ ഉള്ളതിനും അപ്പുറത്തേക്ക് വേറൊരു തിങ്കിങ് ലെവലുള്ള ഹ്യൂമൻ ബീയിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. ലാലേട്ടൻ പല കാര്യങ്ങളിൽ നിന്നും മാറിപ്പോലും നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. ചില നെഗറ്റിവിറ്റി ഒന്നും എടുക്കില്ല, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റണം. നമ്മളെല്ലാവരും അഫക്റ്റഡ് ആവുമല്ലോ, അഫക്റ്റഡ് ആവാണ്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിൻസ് ആൻഡ് ലോസസ് ഡോണ്ട് മീൻ എ ലോട്ട് ടു ഹിം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര ബ്രദർ ഈ എല്ലാ കാര്യത്തിലും. ഈ തുടങ്ങുമ്പോൾ നമ്മളും മെട്രോവും റൺവേയും രണ്ടും ഒരുമിച്ച് വരുന്ന പടങ്ങളാണ്. അവതാരത്തിൽ ഞാൻ വില്ലനായിരുന്നു. ഇടയ്ക്ക് ദുബായിൽ വന്നാൽ വിളിച്ചിരിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട്. ചില ഷോയിനൊക്കെ വരുമ്പോൾ അവനെ വിളിക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ വെട്ടം റൺവേയില് ഒക്കെ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതും രസമാണ്. ഗ്രേറ്റ് ഗായ്. ചേട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ വളരെ കുറവുള്ള ആങ്കേഴ്സിൽ ഒരാളാണ് മിഥുൻ ചേട്ടൻ. എനിക്ക് തോന്നുന്നു തീരെ ഇല്ലാന്ന്, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ 2-3 പേര് എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്നാലും കമ്പയറിംഗ് ടു അതേഴ്സ് നമ്മള് ഇനി എന്ത് ചെയ്താലും ഞാൻ പറയുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് തിങ്. ഒരു നല്ല കാര്യം ചെയ്ത് അതിന് ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടു എന്ന് തന്നെ വെക്കുക. എന്ത് ചെയ്താലും അതിന് എഗെയിൻസ്റ്റ് പറയാൻ ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളെല്ലാവരും വളർന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചതിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുള്ള എപ്പോഴുള്ള നമുക്കൊരു 1000 ഹാർട്ടും 1000 മറ്റേ ലൈക്ക് മെസ്സേജസും ഒക്കെ ഉണ്ടാവും. ഇടയ്ക്ക് ഒരാൾ വന്ന് പറയുന്ന നെഗറ്റീവ് കമന്റിൽ നമ്മളങ്ങ് ഓഫ് ആവുന്നേ. ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വിഷയമേ അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ അവർക്ക് വില കൊടുക്കാത്തത് പോലെയാണ്. സോ ഗിവ് ദെം മോർ റൈറ്റ് ദാൻ ദ റോങ്സ് എന്നുള്ളതാണ്. മനസ്സിലായത്? ആ ഒരെണ്ണത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത് പിന്നെയും വരുന്ന ആളുകളുണ്ടാവും. പിന്നെ ഉറപ്പല്ല. അതിൽ മാത്രമല്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ളത് മാത്രമല്ലേ ഏറ്റവും ഈസി ആയിട്ട് സെല്ല് ചെയ്യുള്ളൂ. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങണത് നെഗറ്റീവിനല്ലേ. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മറ്റേ ഇതിട്ടുണ്ട്, അനിയൻ മിഥുൻ എന്ന് പറയുന്ന സംഭവം ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെരിമെന്റ് പോലെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇട്ടപ്പം അതിന് ചുമ്മാ ഇട്ട ഒരു സ്റ്റേറ്റസിന് ഞാനും എൻ്റെ അമ്മയും അനിയനും നിൽക്കുന്ന ഫോട്ടോയാണ് അതിനിട്ടേക്കണ ഒരു കമന്റ് കാരണം മാത്രം അതിന് 20,000 ലൈക്ക് കാണുന്നുണ്ട്. നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഒരു ഫാമിലി ഫോട്ടോ ഇട്ട് അത്രയും വരില്ല. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇസ് സംതിങ് ദാറ്റ് യു ആക്ച്വലി ക്യാച്ച് അപ്പ് ഓൺ ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആളുണ്ടെന്നുള്ളത് അറിഞ്ഞ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളതും അതിന്റെ വീഡിയോസ് ഞാൻ കാണാൻ പോയി. അപ്പോൾ നെഗറ്റിവിറ്റി ആക്ച്വലി സ്പ്രെഡ്സ് എ ലോട്ട് ഓഫ് വേർഡ്. അതുകൊണ്ട് എളുപ്പമാണ് റീച്ച് കിട്ടാൻ എളുപ്പമാണ്. ഒരാളെ ചുമ്മാ ഫോൺ എടുത്ത് വെച്ചിട്ട് 10 തെറി പറഞ്ഞാൽ നമ്മൾ ഭയങ്കര റീച്ച് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ബ്രാൻഡ് അസോസിയേഷൻ വേണമെങ്കിലും പോലും ഇറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ യുവർ ഫേവർ. നമുക്കൊരു ബ്രാൻഡുമായിട്ട് ഒരു സിനിമയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇതുമായിട്ട് ഒരു ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമ്പോൾ ഈ നെഗറ്റീവ് ഉള്ള ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പബ്ലിക്കായിട്ട് അത് അക്നോളജ് ചെയ്യാൻ എത്ര പേര് തയ്യാറാവും? സോ അങ്ങനെയുള്ള വളർച്ച വേണമെങ്കിൽ വളർച്ച കിട്ടും. പക്ഷെ അത് ഗുണമാണോ അല്ലേ എന്നുള്ളത് യു ഹാവ് ടു തിങ്ക് ഫോർ യുവർസെൽഫ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചേട്ടൻ. എനിക്ക് തോന്നുന്നു ഇതിൽ വന്നതിന് ശേഷം സെലിബ്രിറ്റീസ് അടക്കം ഒരുപാട് പേര്. ഈ ഒരു സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാ ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യാ? സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഭയങ്കര വലിയ സൗഹൃദമല്ല.
if you have to maintain a friendship, then it's not likely a good friendship. നമുക്ക് എത്രയോ നാൾ സംസാരിക്കാതിരുന്നിട്ട് ഞാൻ പിന്നീട് പാർവതിയെ കാണുമ്പോൾ പാർവതി എവിടെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമുക്ക് അതേ വാംത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായി? ദുബായിൽ വരുമ്പോൾ മിഥുൻ ചേട്ടന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് നമുക്ക് പോകാൻ പറ്റാതെ നമ്മൾ നല്ല തിരക്കിലാവാറുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരാതെ വരുമ്പോഴാണ് ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ അതേസമയം അതെന്തുകൊണ്ട് വന്നില്ല, അവൻ ഭയങ്കര ഇതാണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ്. നമ്മൾ അതിനകത്ത് പിന്നെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ എനിക്കൊരു ഇത്രയും നല്ലൊരു ആങ്കറിന് മുമ്പേ കിട്ടിയോണ്ട് ഒരു ആങ്കറിംഗ് ഫീൽഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ചോദിക്കാണ്, ഒരു അഡ്വൈസ് തരാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ബി യുവർ സെൽഫ്. അല്ലെ, സത്യം പറഞ്ഞാൽ അതിനകത്ത് അഡ്വൈസ് ഒന്നും തരാൻ പറ്റുന്ന ആളുമല്ല ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാർവതി ഡൂയിങ് ഗ്രേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പാർവതിയുടെ വീഡിയോസ് എല്ലാം ഫീഡിൽ വരുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് സംതിങ് റൈറ്റ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളിപ്പോൾ പാർവതി ബാബു എന്നുള്ള പേര് നമ്മൾ അറിയണതെങ്കിൽ യു ആർ ഡൂയിങ് സംതിങ് റൈറ്റ്. മേ ബി ചില ആൾക്കാരെ റോങ് റീസൺസ് നമ്മൾ അറിയും. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി ആൾക്കാർ കണ്ട് പാർവതി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമയം തൊട്ട് നമ്മൾ എന്തോ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ ദേശത്ത് ചോദിക്കാൻ നമുക്കറിയാം നമ്മൾ എന്തോ റോങ് ആയിട്ട് ചെയ്യുകയാണെന്ന്. സോ യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. അതിൽ നിന്ന് ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക, ഇപ്പം എൻ്റെ ഏറ്റവും മോശം, ഞാൻ പണ്ട് ഉറച്ചിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഉറച്ചിരിക്കും എന്തോടത് ആൾക്കാർ പിന്നെ ഇത് ഹൃതിയാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ചിരിയൊക്കെ കൺട്രോൾ ചെയ്യുമായിരുന്നു. അറിയാതെ ചിരിച്ചു പോയ കോമഡി ഉത്സവത്തിലെ ചിരിയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത്. ഫ്രം ദാറ്റ് വാട്ട് ഐ ഹവ് ലേൺഡ് ഇസ് യു ബി യുവർസെൽഫ്. ബാക്കി എല്ലാവരും പറയാം. ഞാൻ പറഞ്ഞു പണ്ട് റൺവേ ചെയ്യുന്ന സമയത്ത് മുരളി സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, നമ്മുടെ നടൻ മുരളിയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഇത് പറഞ്ഞുതരാം. അപ്പം അതായത് ഞാനിങ്ങനെ എനിക്ക് അന്ന് നടക്കുമ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റൂപ്പ് ചെയ്താണ് നടക്കണം, ഒന്ന് കുഞ്ഞിന് ഇങ്ങനെ ഇങ്ങനെ ഒരു കോൺഫിഡൻസിലായി ഉണ്ട്. അപ്പം അതിൻ്റെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു സീൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ലോറി താവളത്തിലുള്ള ഒരു സീൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഹോൾ ഗ്രൂപ്പ്, അന്നത്തെ പോലെ ക്യാരവനൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുക. അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ മുരളി സാർ അവിടെ സൈഡിൽ നിന്ന് സിഗരറ്റ് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ നിനക്കൊരു പ്രശ്നമുണ്ട്, നീ നടക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കൂനുന്നുണ്ട്, നേരെ നിവർന്ന് നടക്കണം, അല്ലെങ്കിൽ ഇതാവില്ല, അത് മറ്റേ ആൾക്കാർ ഇതായിട്ട് കാണും. അപ്പം ഞാൻ സാർ നോക്കാൻ പോകുമ്പോൾ മുരളി സാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചിരിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി. പണ്ടവന്മാരെല്ലാവരും സൈഡ് ചരിഞ്ഞ് നടന്നു വരുത്തിൻ്റെ അടുത്ത് നേരെ നടക്കാൻ പറഞ്ഞതാവും. ഇതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലെന്നേ. സൈഡ് ചെരിഞ്ഞ് നടന്ന ഒരുത്തനെ നേരെ നടക്കാൻ പറഞ്ഞതാണ് അവന്മാരെല്ലാം കൂടി. അതായത് നമുക്ക് ആ ചരിവിന്ന് ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യണ സാധനമാണ്. ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരു ചരിവ് അറിയാതെ വരും. അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇൻസ്പയർ ചെയ്തത്. പുള്ളിയുടെ അടുത്ത് അന്ന് എല്ലാവരും നേരെ നടക്കാൻ പറഞ്ഞിരുന്നില്ല, ഇത് മോശമാണ്, ചരിഞ്ഞടക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നമുക്കിന്ന് ആ ചരിഞ്ഞ അത്ഭുതം ഇല്ല. അപ്പോൾ അതുപോലെയാണ് വാട്ട് എവർ യു ഡു യു ബി യുവർ സെൽഫ്. അത് നല്ലതാണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കുമല്ലോ. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ ടോക്കിലോ ഇത് പറയുന്ന പോലെ അറ്റയറിലോ അല്ലെങ്കിൽ മറ്റേ ചില ആൾക്കാർക്ക് കൊടുക്കേണ്ട സല്യൂട്ടേഷൻസിലും ഒക്കെ ആയിരിക്കും നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. അത് നമ്മൾ ഓൺ ദ ഗോ നമ്മൾ പഠിക്കും. ബാക്കിയെല്ലാം നമ്മളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം വീഴും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് നല്ല കഥകൾ കേട്ടു. അപ്പൊ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലും മിഥുൻ ചേട്ടൻ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. Such a pleasure. Thanks a lot. Thank you for the kind words as well. Thank you. Okay.